അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സത്യവിശ്വാസികളെ, അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ സംബന്ധിച്ച് 6 കാര്യങ്ങൾ നമ്മൾക്ക് ഒരു ഹദീസിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലല്ലാഹു അസ്സ വജല്ല, പ്രതാപവാനും മഹത്വമുടയവനുമായ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, കുല്ലു അമലി ബിനി ആദമ ലഹു, ആദം പുത്രന്റെ അഥവാ മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവനുള്ളതാണ്. ഇല്ല സൗം, നോമ്പൊഴികെ, ഇന്നഹു ലീ, ആ നോമ്പ് അത് എനിക്കുള്ളതാണ്. വ അന അജ്സി ബിഹി, അതിന് ഞാൻ മഹത്തായ പ്രതിഫലം നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഈ വാക്കിലൂടെ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ടാണ് നോമ്പിനെ പറ്റി പറഞ്ഞത്. ഫഇന്നഹു ലീ, നിശ്ചയമായും അത് നോമ്പ് എനിക്കുള്ളതാണ്. വ അന അജ്സി ബിഹി, ഞാനാണ് അതിൻ്റെ പ്രതിഫലം നൽകുക, ഞാൻ അതിന് മതിയായ പ്രതിഫലം നൽകും. അപ്പോൾ നോമ്പിനെ പ്രത്യേകമായി അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുകയും അതിൻ്റെ പ്രതിഫലം പ്രത്യേകമായി അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയും ചെയ്തതിൽ നിന്നും നോമ്പിൻ്റെ മഹത്വം നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പറയുന്നത് വസ്സിയാമു ജുന്ന, നോമ്പ് അതൊരു പരിചയാണ് എന്നാണ്. അതെ, നരകത്തിൽ നിന്നും മനുഷ്യനെ തടുക്കുന്ന, നരകത്തെ തടുക്കുന്ന നീചമായ നികൃഷ്ടമായ കാര്യങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും മനുഷ്യനെ തടഞ്ഞു നിർത്തുന്ന ഒരു പരിചയാണ് നോമ്പ്. വസ്സിയാമു ജുന്ന, നോമ്പ് ഒരു പരിചയാണ്. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പറയുന്നത് ഫഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ് വലാ യസ്ഖബ്, നിങ്ങളിൽ ഒരാളുടെ നോമ്പ് ദിവസമായാൽ, അതായത് നിങ്ങളിൽ ഒരാൾ നോമ്പുകാരനായാൽ, ഫലാ യസ്ഖബ് ഫലാ യർഫുസ് വലാ യസ്ഖബ്, അവൻ അശ്ലീലം പറയുകയോ കലഹിക്കുകയോ ചെയ്യരുത്. നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പറയുന്നത് ഫഇൻ സാബഹു അഹദുൻ, വല്ലവനും അവനെ ചീത്ത പറയുവാൻ വേണ്ടി വന്നാൽ, ചീത്ത വിളിക്കുവാൻ വേണ്ടി വന്നാൽ, ഔ ഖാതലഹു, അല്ലെങ്കിൽ അവനോട് ഷണ്ട കൂടുവാൻ വേണ്ടി വന്നാൽ, നോമ്പുകാരനോട് ആരെങ്കിലും ഷണ്ട കൂടുവാനോ ചീത്ത വിളിക്കുവാനോ വന്നിട്ടുണ്ട് എങ്കിൽ അപ്പോൾ അവൻ പറഞ്ഞുകൊള്ളട്ടെ, നോമ്പുകാരൻ പറഞ്ഞുകൊള്ളട്ടെ, ഇന്നി സ്വാഇമുൻ, ഞാനൊരു നോമ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. അഞ്ചാമതായി ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലഖുലൂഫു ഫമിസ് സ്വാഇമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, മുഹമ്മദിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അഥവാ അള്ളാഹു തന്നെയാണ് സത്യം. നോമ്പുകാരന്റെ വായയുടെ ഗന്ധം അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ ഏറ്റവും സുഗന്ധമുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആറാമതായി ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലിസ്വാഇമി ഫർഹതാനി യഫ്റഹുമാ, നോമ്പുകാരന് 2 സന്തോഷ സന്ദർഭങ്ങളുണ്ട്. ഇദാ അഫ്തറ ഫരിഹ ബിഫിത്രിഹി, ഒന്നാമത്തെ സന്തോഷം അവൻ നോമ്പ് തുറക്കുമ്പോൾ ആ നോമ്പ് തുറക്കൊണ്ടുള്ള സന്തോഷം, നോമ്പ് തുറന്നതിലുള്ള സന്തോഷം. രണ്ടാമത്തത് വ ഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസ്സൗമിഹി, അവൻ അവൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ, രണ്ടാമത്തെ സന്തോഷം അവൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അവൻ്റെ ആ നോമ്പ് മുഖേനയുള്ള സന്തോഷം. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.